ലക്ഷ്മി, ലങ്കയുടെ ലക്ഷ്മി. ബലിഷ്ഠമായ കൈകളോടെ രാവണൻ കുഞ്ഞിനെ എടുത്ത് പതുക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തനിക്ക് ഒരു പെൺകുഞ്ഞിന്റെ പിതാവ് ആകാനുള്ള യോഗ്യതയുണ്ടോ എന്ന ചോദ്യം രാവണനിൽ ഉയർന്നു. അങ്ങനെ ഒരു പിതാവും രാവണനിൽ പിറവിയെടുത്തു. ഉടൻ തന്നെ രാജഗുരുവിനെ കാണാനുള്ള സന്ദേശം രാവണന് ലഭിച്ചിരുന്നു. ലങ്കയിൽ മധുരം വിതരണം ചെയ്യണമെന്ന് ഭടന്മാരോട് ആജ്ഞാപിച്ചതിനു ശേഷം രാവണൻ രാജഗുരുവിന്റെ അറയിലേക്ക് പോയി. തനിക്ക് പെൺകുഞ്ഞ് പിറന്നു എന്ന സന്തോഷം രാവണൻ രാജഗുരുവിനെ അറിയിച്ചു. ഒട്ടും മുഖവുര കൂടാതെ രാജഗുരു രാവണനോട് പറഞ്ഞു, പ്രഭോ, ഈ കുഞ്ഞ് ലങ്കയുടെ ശാപമാണ്. രാജഗുരു ഇനി അടുത്തത് എന്താണ് പറയാൻ പോകുന്നതെന്ന് കേൾക്കാൻ രാവണൻ നിശബ്ദനായി നിന്നു. നിരായുധയായ നിസ്സഹായയായ ഈ കുഞ്ഞു, രാവണൻ ഗുരുവിനോട് കയർത്തു. എന്ത് പ്രതിവിധിയാണ് ഇതിനുള്ളത്? അങ്ങ് പറഞ്ഞതു പ്രകാരം ഹിമാലയ സാനുക്കളിൽ പോയി ബ്രഹ്മാവിനെ തപസ്സനുഷ്ഠിച്ച് വരം നേടിയവനാണ് ഈ രാവണൻ.